ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കിംഗ് അല്ല. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് പാടി ലേസ്. അത് വന്നിട്ട് വയസ്സിലും ബാബുവും കൂടിയിട്ടാണ് ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റുകളാണ് കൂടുതൽ അതിലുള്ളത്. ഓരോ തരം ലൈറ്റുകളാണ്. നമുക്ക് പൂച്ചെടികളിൽ വെക്കാം, ബെഡ്റൂമുകളിൽ വെക്കാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അതായത് ഒരു 10-15 വയസ്സായ കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് ഇവിടെ അവരിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അതൊന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ ഈ ലൈറ്റുകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഫൈസലും ബാബുവും ഇവിടെ വരണം. അപ്പം ഞാൻ വിളിക്കുകയാണ്. ഫൈസൽ, ബാബു, വരൂ. ഹായ് ഹായ്. അപ്പോ ലൈറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലേ? അപ്പൊ ബാബു പറഞ്ഞോ. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അട്ടാറ് ഐറ്റങ്ങളുമായിട്ടാണ് പാടി ലൈറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സംഭവം നമ്മുടെ പാടി കിച്ചൺ താഴെയാണ്. കിച്ചന്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കിച്ചണെല്ലാം താഴെ തന്നെയാണ്. ഇതിന്റെ കിച്ചന്റെ മുകൾ ഭാഷ മജ്ലിസ്. ഈ സംഭവമൊക്കെ ഷൂട്ട് ചെയ്യുന്നതെല്ലാം ഈ മുകൾ വശത്താണ്. ബാക്കി പറഞ്ഞു. അപ്പൊ നമ്മുടെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സെറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ്. ഓരോരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റിംഗ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂം, അതേപോലെ കിച്ചൺ, അതേപോലെ ഹാള്, ഡൈനിങ് ഹാള്, പിന്നെ ഇന്നർ ഗാർഡൻ ഏരിയ, ഔട്ടർ ഗാർഡൻ ഏരിയ, അവിടേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഷേപ്പിൽ ലൈറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ലൈറ്റിന്റെ പേരെന്താണ്? അർജുന ലൈറ്റ്, ഇത് ടേബിൾ ലാമ്പ്, ഇത് ഡിസ്പെൻസർ ലൈറ്റ്, ഇത് ഗാർഡൻ ലൈറ്റ്. അങ്ങനെ നമ്മൾ ഒരുപാട് ലൈറ്റുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് പാടി ലൈറ്റ്സ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലൈറ്റ് ഉണ്ടാക്കി ഈ ലൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ലിവിംഗ് റൂമിൽ വെച്ചു. ലിവിംഗ് റൂമിൽ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് മടുക്കുകയാണ്. മടുക്കില്ല എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഷേപ്പുകളെല്ലാം മാറ്റിയിട്ട് വേറൊരു ഷേപ്പിലേക്ക് മാറ്റാം. ഇതിപ്പോ അർജുന ലൈറ്റ്, ഇതിന്റെ ഷേപ്പ് നമുക്ക് മടുത്താൽ നമുക്കൊരു ജിം ബോഡി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേറൊരു ടേബിൾ ലാമ്പ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു വാൾ ലൈറ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു ഗാർഡൻ ലൈറ്റ് ആക്കി മാറ്റാം. അതായത് ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും പല ഡിസൈനുകളായിട്ട് മാറ്റിയെടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഏത് തരം ലൈറ്റ് വേണമെങ്കിലും നമുക്ക് കത്തിക്കാം. ഇപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ വാം ലൈറ്റ് ആണ്, LED വാം ലൈറ്റ് ആണ്. നമുക്ക് കത്തിച്ചു നോക്കിയാലോ? അമ്പെയ്യണത് നമ്മുടെ അർജുനൻ, അത് കത്തി. ഞാൻ ഏതെങ്കിലും ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഒരു സ്റ്റഡി ടേബിൾ ആണ് അതിലേക്ക് എല്ലാ ലൈറ്റും കത്തി. അപ്പൊ ഗംഭീരമായിട്ടാണ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ലൈറ്റിന്റെയും ഡിഫറൻറ്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഓരോ ലൈറ്റും ഒരു ലൈറ്റുമായിട്ട് ഒരു മാച്ചും ഉണ്ടാവില്ല. അത്രയ്ക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കിടുക്കാച്ചി ലൈറ്റുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെല്ലാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന സെറ്റിംഗ്സ് എല്ലാം 1 ഇഞ്ചിന്റെ സ്പെയർ പാർട്സ് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ചിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ ഫിറ്റിംഗ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ബാരൽ നിപ്പിളാവട്ടെ, പിന്നെ അതേപോലെ 4 വേ, പിന്നെ ബെൻഡുകൾ 45 ബെൻഡുകൾ, പിന്നെ അതേപോലെ തന്നെ ടീ, പിന്നെ ഡിസ്പെൻസർ ലൈറ്റിന് നമ്മൾ കാലി ബോട്ടിൽ. പിന്നെ മിക്കവാറും ഇതിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ വേസ്റ്റേജ് കിട്ടില്ല. നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റേജ് സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു ലൈറ്റിന്റെ പലക കണ്ടില്ല, ഇതൊക്കെ ചെതല് പിടിച്ച പലകയാണ്. അപ്പൊ അങ്ങനെയുള്ള പലകകൾ വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മുടെ കുപ്പികൾ, അതെ, കുപ്പികൾ, പല കുപ്പികൾ നമ്മൾ കളയും. ടൂറൊക്കെ പോകുന്ന സമയത്ത് വെളിയിൽ ഒരു കാട്ടിനുള്ളിലൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുപോകാം. നമുക്ക് DC കത്തിക്കാം, വണ്ടിയിൽ നിന്ന് കറണ്ട് എടുത്ത് DC കത്തിക്കാം. അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമുണ്ടോ? അല്ലെ, പക്ഷെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും സംഭവം. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതെ. അപ്പൊ നമ്മുടെ പാടി ലൈറ്റ്സ് ആണ് നമ്മുടെ പുതിയ ചാനല്. അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാടി കിച്ചന്റെ ഞങ്ങളുടെ ടീം, ഞങ്ങളാണ് ഈ 3 ടീം. അപ്പൊ നമ്മുടെ തന്നെയാണ് നമ്മുടെ പാടി കിച്ചണും പാടി ലൈറ്റ്സും. അപ്പൊ നമുക്ക് പാടി കിച്ചന് തരുന്ന അതേ സപ്പോർട്ട്, അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എല്ലാ രീതിയിലും നമുക്ക് പാടി ലൈറ്റ്സിനും കിട്ടണം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ. അപ്പോ പിന്നെ അതേപോലെ പാടി ലൈറ്റ്സിൽ ഓരോ വീഡിയോ വിടുമ്പോഴും അതിന്റെ അടിയിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണിലൂടെ ഈ സാധനങ്ങൾ എവിടെ കിട്ടുന്നെന്ന് ഞങ്ങൾ പറയാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സുഖമായിട്ട് എന്ത് സംശയം ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഫുള്ളായി ക്ലിയർ ചെയ്യും. ഈ സാധനം നിങ്ങൾക്ക് തന്നെ വാങ്ങി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണ ഡിസൈനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 1 ഇഞ്ച് എന്നുള്ളത് 1/2 ഇഞ്ച് പല മോഡൽ. അത് നമ്മുടെ പാടി ലൈറ്റ്സിൽ ഇതിന്റെ ഡീറ്റെയിൽ ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ചാനൽ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ ഡീറ്റെയിലും ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് അറിയാൻ കഴിയും.
അപ്പൊ എല്ലാവരും പാടി ലൈറ്റ്സ് വന്ന് കണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക, അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വലിച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് വീഡിയോ എന്റെ ചാനൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ എല്ലാവരും ഇതിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം, അത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പൊ എന്റെ എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും അപ്പൊ പാടി ലൈറ്റ്സിലും പാടി കിച്ചണിലൊക്കെ കാണാം. ബൈ 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 ബൈ.